ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ വട്ടപ്പാറയിലെ കൊടുംവളവിലെ അപകട പരമ്പരയ്ക്ക് അറുതിയാവുന്നില്ല. ഇന്ധനവുമായി പോകുന്ന പാചകവാതക ടാങ്കർ മറിഞ്ഞത് അവസാന സംഭവമാണ്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് പറയപ്പെടുന്നു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. ശ്രീനാരായണ ഗുരുദേവനെയും ഗുരുദേവ ദർശനങ്ങളെയും അപമാനിക്കുന്ന CPM നടപടി അപലപനീയമാണെന്ന് RSS കേരള പ്രാന്ത കാര്യവാഹ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ. കോർപ്പറേഷൻ മുൻകൈയെടുത്ത് നടത്തേണ്ട പല പദ്ധതികളും നടക്കാത്തതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. മലപ്പുറം വട്ടപ്പാറ വളവിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുദേവനെയും ഗുരുദേവ ദർശനങ്ങളെയും അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന CPM നടപടി അപലപനീയമാണെന്ന് RSS കേരള പ്രാന്ത കാര്യവാഹക് പി ഗോപാലൻകുട്ടി മാസ്റ്റർ. CPMന്റെ പ്രാകൃത നടപടികളും ഗുരുനിന്ദയും ഹിന്ദുവിരുദ്ധ നീക്കങ്ങളുടെ തുടർച്ചയാണെന്നും ഇതിനെതിരെ പൊതുസമൂഹവും സാംസ്കാരിക ലോകവും പ്രതികരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എതിരെയുള്ള ഈ പ്രവർത്തനങ്ങൾ കേവലം ഗുരുദേവനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ളവല്ല, അത് ഹിന്ദുധർമ്മത്തെയും അതേപോലെ തന്നെ നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെയും സംസ്കൃതിയെയും ഒക്കെ അവഹേളിക്കുവാനും അതിനെ നശിപ്പിക്കുവാനുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരന്തരമായ ആസൂത്രിതമായ പ്രവർത്തനങ്ങളുടെ തന്നെ മറ്റൊരു പരിണതിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത് വളരെ ശക്തമായി കേരളത്തിലെ പൊതുസമൂഹം ശക്തമായി എതിർത്തിട്ടുണ്ട്. ആ എതിർപ്പുകൾ ഇനിയും പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഭിപ്രായം. ഗുരുദേവ ദർശനത്തെയും ഗുരുദേവനെയും അപകീർത്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചരണ പരിപാടികൾക്ക് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 15 വരെ സംസ്ഥാനത്തുടനീളം കുടുംബയോഗങ്ങളും പഞ്ചായത്ത് തല പദയാത്രകളും നടത്തും. കാലാതിവർത്തിയായ ഗുരുദേവ ദർശനവും കാലഹരണപ്പെട്ട കമ്മ്യൂണിസവും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ നടത്തുമെന്നും ഗോപാലൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. കോർപ്പറേഷൻ മുൻകൈയെടുത്ത് നടത്തേണ്ട പല പദ്ധതികളും നടക്കാത്തതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. മൂര്യാട് മഞ്ചക്കൽ തോടിന് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് സൌത്ത് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ആസ്തി വികസന നിധി ഉപയോഗിച്ച് മൂര്യാട് പുതുക്കുളം പടനയെയും കോരാമ്പി പടനയെയും ബന്ധിപ്പിച്ചുകൊണ്ട് മഞ്ചക്കൽ തോടിന്റെ കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ ശിലാസ്ഥാപന കർമ്മം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പ്രശ്നങ്ങളാണ് മന്ത്രി കൈകാര്യം ചെയ്യുന്നത്. കോർപ്പറേഷന്റെ പരിധിയിലുള്ള പ്രശ്നങ്ങൾ കോർപ്പറേഷൻ മേയറാണ് പരിഹരിക്കേണ്ടത്. അതിന്റെ പിഴവുകൾക്ക് മന്ത്രിയെ കുറ്റപ്പെടുന്നത് ശരിയല്ലെന്ന് MK മുനീർ പറഞ്ഞു. ചരിത്രം പുതുതായി സൃഷ്ടിച്ചുകൊണ്ട് പുതിയ പാലം, അവിടെ വരുന്ന യഥാർത്ഥ പുതിയ പാലത്തിന്റെ ശിലാസ്ഥാപന കർമ്മം 2016 ഫെബ്രുവരിയിൽ നിർവഹിക്കും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതിന് ഇടയിൽ വരുന്ന സാങ്കേതിക പ്രശ്നത്തെക്കുറിച്ച് മുൻകൂട്ടി പറയാനുള്ള നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. യഥാർത്ഥത്തിൽ അത് വഴിയിൽ കിടക്കുന്ന കല്ല് ഞാൻ സ്വന്തം കാലിലിടുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തിയായിട്ടല്ല ഞാൻ ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ജനങ്ങളുടെ പ്രശ്നം അറിഞ്ഞ് ചെയ്യാനുള്ള സാമാന്യ ബോധം ഉള്ള ഒരാളാണ് ഞാൻ എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യം ഏറ്റെടുത്ത് അതിനുവേണ്ടി ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും അതിനെ രാഷ്ട്രീയ ലാക്കോടുകൂടി കാണുന്ന സ്വഭാവം കണ്ട് വിഷമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ വിഷമം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക.
സ്ഥലം കൌൺസിലർ NC മോയിൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോഡ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV അബീബ് റഹ്മാൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PK ജമാൽ മുഹമ്മദ്, NC അബൂബക്കർ, TP മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം വട്ടപ്പാറ വളവിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. കൊച്ചിയിൽ നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കറാണ് മറിഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ അപകടത്തെ തുടർന്ന് മറിഞ്ഞ ടാങ്കറിലെ ഗ്യാസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പരിക്കേറ്റ ഡ്രൈവറെയും ക്ലീനറെയും വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കോഴിക്കോട് ദേശീയപാതയുടെ ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷൻ നോർത്ത് CDSലെ അയൽക്കൂട്ടാംഗങ്ങളുടെ കൂട്ടായ്മയിൽ ബാഗ് മേക്കിംഗ് ആൻഡ് പ്രിന്റിംഗ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. മികച്ച പ്രവർത്തനത്തിലൂടെ കുടുംബശ്രീ സമൂഹത്തിന്റെ തന്നെ സ്ത്രീയായി മാറിയെന്ന് മേയർ പറഞ്ഞു. സ്ത്രീ ശാക്തീകരണ രംഗത്തും ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്തും വളർന്നുകൊണ്ടിരിക്കുന്ന കുടുംബശ്രീയുടെ 17ാം വാർഷിക പരിപാടികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് 15 വെള്ളിമാട് കുന്നിൽ നോർത്ത് കുടുംബശ്രീയുടെ ഭാഗമായ അയൽക്കൂട്ടാംഗങ്ങൾ ഒത്തൊരുമിച്ച് തുണി ബാഗ് നിർമ്മാണവും പ്രിന്റിംഗും ആരംഭിച്ചു. പ്രിയദർശിനി ബാഗ് മേക്കിംഗ് ആൻഡ് പ്രിന്റിംഗിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. മികച്ച പ്രവർത്തനത്തിലൂടെ കുടുംബശ്രീ സമൂഹത്തിന്റെ തന്നെ സ്ത്രീ ആയി മാറിയെന്ന് മേയർ പറഞ്ഞു. 17 വർഷം മുമ്പേ കുടുംബശ്രീ എന്ന പേരോടുകൂടി നമ്മൾ തുടങ്ങിയത്. ഇന്ന് കുടുംബശ്രീയല്ല, അത് സമൂഹത്തിന്റെ സ്ത്രീയായി മാറിയിരിക്കുകയാണ്. വെള്ളിമാട് കുന്ന് അമ്പിളി നഗറിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. തുടക്കത്തിൽ 10 പേരാണ് ഇവിടെ ജോലി ചെയ്യുക. ആവശ്യക്കാരുടെ ഓർഡറുകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് പ്രവർത്തനം നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൌൺസിലർ K ബാലഗോപാലൻ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ ആദ്യ ഓർഡർ സ്വീകരിച്ചു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ MD ഡോക്ടർ KG അലക്സാണ്ടർ, ഇഖ്ര ഹോസ്പിറ്റൽ പ്രസിഡന്റ് ഡോക്ടർ അൻവർ, നിർമ്മല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അനറ്റ്, മുഹമ്മദ് ബഷീർ, ബാബു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നോർത്ത് CDS ചെയർപേഴ്സൺ ഷീജ PP, TR ബാലൻ, വിഷ്ണുകുമാർ, AV ദേവാനന്ദൻ, മുംതാസ് എന്നിവർ നേതൃത്വം നൽകി. നട്ടെല്ലിന് ക്യാൻസർ പിടിപെട്ട കായണ്ണ ചണ്ണത്തൊടുമ്മൽ സുധി ചികിത്സാ സഹായം തേടുന്നു. നട്ടെല്ലിന് രോഗം ബാധിച്ച് കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കായി ബുദ്ധിമുട്ടുകയാണ് സുധിയുടെ കുടുംബം. പ്രായമായ മാതാപിതാക്കളും ഭാര്യയും 3 കുരുന്നുകളും അടങ്ങുന്നതാണ് സുധിയുടെ കുടുംബം. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കായണ്ണ ചണ്ണങ്ങാടുമൽ സുധി എന്ന ഈ യുവാവ്. ക്യാൻസർ രോഗം ബാധിച്ച് കിടപ്പിലായതോടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ് തകർന്നത്. പൂർണ്ണമായും സുധി കിടപ്പിലായതോടെ എല്ലാ കാര്യങ്ങൾക്കും പരസഹായം വേണമെന്ന അവസ്ഥയായി. ഇതോടെ ഭാര്യ ദീപയ്ക്ക് മറ്റു ജോലികൾക്ക് പോകാനും കഴിയാതായി. 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിസുൽ, LKG വിദ്യാർത്ഥികളായ ദേവദുർഗ്, ദേവനന്ദ്, പ്രായമായ മാതാപിതാക്കൾ എന്നിവർ അടങ്ങിയതാണ് സുധിയുടെ കുടുംബം. അസുഖത്തിന്റെ കാഠിന്യം മൂലം മക്കളെ ഒന്ന് താലോലിക്കാനോ അവരോട് സംസാരിക്കാനോ സുധിക്ക് കഴിയുന്നില്ല. മരുന്നിനും ചികിത്സയ്ക്കുമായി വലിയ തുകകൾ വേണമെന്ന തിരിച്ചറിവിൽ പകച്ചു നിൽക്കുകയാണ് ഇന്ന് ഈ കുടുംബം. ഇതുവരെ ചികിത്സയ്ക്കായി 1.5 ലക്ഷത്തിന് മേലെ രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. തുടർ ചികിത്സയ്ക്ക് ഇനിയും പണം വേണ്ട സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. 1.5 ലക്ഷം ഉറുപ്പ്യത്തിന്റെ അടുത്തോളം ഞങ്ങൾക്കിപ്പം ചെലവായി. ഇനിയും പൈസ വേണമെന്നാ പറയുന്നത് ഡോക്ടർ. ഒരു മാർഗവും ഇല്ല. ഞങ്ങളിങ്ങനെ ദയനീയ അവസ്ഥയിലാണുള്ളത്. ഞങ്ങൾ ചെറിയ മക്കളാണ്, 3 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. വീടൊന്നും മര്യാദയ്ക്ക് ഇല്ല. പ്രദേശവാസികൾ ചേർന്ന് സുധിയെ സഹായിക്കാനായി ചികിത്സാ സഹായ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ കായണ്ണ ബ്രാഞ്ചിൽ 13230100096484 എന്ന നമ്പറിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. ചികിത്സയ്ക്കായി സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞു സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 എണ്ണം കണ്ടിട്ട് അതിൽ നിന്ന് 1 തെരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണതല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തെരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാ പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ആയുഷ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾക്കും സർക്കാർ 21 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മഞ്ഞളാംകുഴി അലി പറഞ്ഞു. ഗ്ലോബൽ ഹോമിയോപ്പതി ഫൌണ്ടേഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ ഹോമിയോപ്പതി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആയുഷ് വകുപ്പിന്റെ സഹകരണത്തോടെ ഗ്ലോബൽ ഹോമിയോപ്പതി ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ടാഗോർ സെന്റിനറി ഹാളിൽ ദേശീയ ഹോമിയോപ്പതി കൺവെൻഷൻ സംഘടിപ്പിച്ചു. മന്ത്രി മഞ്ഞളാംകുഴി അലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഹോമിയോപ്പതിയുടെ നാടാണ് കേരളം. ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളുടെ വികസനത്തിനായി രൂപവൽക്കരിച്ച ആയുഷിന്റെ ഉദ്ഘാടനം ഒരാഴ്ചയ്ക്കകം നടക്കും. ആയുഷിനായി 21 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഒരു വർഷം 1 ലക്ഷം കോടി രൂപയുടെ മരുന്നുകളാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ 42,000 കോടി രൂപയുടെ മരുന്നുകൾ കയറ്റി അയക്കുകയും 58,000 കോടി രൂപയുടെ മരുന്നുകൾ ഇവിടെ തന്നെ ചിലവഴിക്കുകയും ചെയ്യുന്നു. 2.77 കോടി ജനങ്ങൾ മാത്രമുള്ള കേരളത്തിൽ ഒരു വർഷം 7,000 കോടിയുടെ മരുന്നുകൾ ചെലവാകുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. അത് കൂടാതെ ഈ പ്രാവശ്യം ഈ നമ്മുടെ ബഡ്ജറ്റിൽ വന്നത് നമ്മുടെ ഹോമിയോപ്പതിക്ക്, ആയുർവേദത്തിന്, അതുപോലെ തന്നെ മറ്റുള്ള ബ്രാഞ്ചസ്, ഇന്ത്യയിലുള്ള മറ്റു പ്രാക്ടീസിന്റെ മറ്റുള്ള മെഡിസിൻ എല്ലാം കൂടി ആയുഷ് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇപ്പം ഇത് ചെയ്യുന്നു. അടുത്ത ഒരാഴ്ചക്കകം അതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷ. കാരണം ദാറ്റ് ഇസ് ദി ഗവൺമെന്റ് we will have to promote everything. It's not allopathy only. We need Ayurveda, we need homeopathy, we need all the other branches of medicine. We will promote everything. So we are creating a separate department for Ayush, and we have provided around 21 crores for this year's budget. MP അബ്ദുൾ സമദ് സമദാനി MLA അധ്യക്ഷം വഹിച്ചു. KSADC ചെയർമാൻ മാധവൻ നമ്പ്യാർ, മലേഷ്യൻ സെനറ്റർ ദാതുക് സുബ്രഹ്മണ്യം, ഗ്ലോബൽ ഹോമിയോപ്പതി ഫൌണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ഈശ്വരദാസ്, V സുരേശൻ, അഡ്വക്കേറ്റ് PM സൂര്യനാരായണൻ, ഡോക്ടർ MG ബിജു, മണിപ്പാൽ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ BM ഹെഡ്ഗെ എന്നിവർ സംസാരിച്ചു. മോളിക്കുലർ ബയോളജിസ്റ്റ് ഡോക്ടർ AR ഗുദാബുക്ഷ്, സെന്റർ ഫോർ കെമിക്കൽ ബയോളജിയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ രമേശ് ഉണ്ണി, JSPS ഗവൺമെന്റ് ഹോമിയോ കോളേജിലെ ഡോക്ടർ പ്രവീൺ കുമാർ, സേലം വിനായക മിഷൻ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഡയറക്ടർ ഡോക്ടർ ES രാജേന്ദ്രൻ, ഗവേഷകനായ ഡോക്ടർ S രാജേഷ് ഷാ, ഇമ്മ്യൂണോളജിസ്റ്റ് ഡോക്ടർ ഉപമ ബഗായ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. നിയമപരമായ റോയൽറ്റി അടയ്ക്കാതെ മാലിദ്വീപിലേക്ക് ബേപ്പൂർ തുറമുഖം വഴി കരിങ്കല്ല് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം അഡീഷണൽ ഡയറക്ടർ CK ബൈജു നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിക്കുക. സംസ്ഥാനത്തെ കരിങ്കല്ല് ക്ഷാമം രൂക്ഷമായിരിക്കെ ബേപ്പൂർ വഴി വിദേശത്തേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നത് സംബന്ധിച്ച് പരിസ്ഥിതി സംഘടനകൾ കലക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇത് പ്രകാരം ജില്ലാ ഭരണകൂടവും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പും ഇടപെട്ട് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അനധികൃതമെന്ന് കണ്ടെത്തിയത്. വിദേശത്തേക്ക് കരിങ്കല്ല് കൊണ്ടുപോകുമ്പോൾ സർക്കാരിന് റോയൽറ്റി അടയ്ക്കേണ്ടതുണ്ട്. ഇത് ഷിപ്പിംഗ് കമ്പനി ചെയ്തിട്ടില്ല. നിയമപരമായ രേഖകളും ഇവർക്ക് സമർപ്പിക്കാനായില്ല. ഇനി റോയൽറ്റി തുക അടച്ചാലും സർക്കാർ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും സലീന 2 എന്ന ബാർജിന് ബേപ്പൂർ തുറമുഖം വിടാനാവുക. ജില്ലാ ഭരണകൂടത്തിന്റെയും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെയും നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ ഇനി ബാർജിന് ക്ലിയറൻസ് നൽകുകയുള്ളൂ എന്ന് തുറമുഖ അധികൃതർ അറിയിച്ചു. മാലിദ്വീപിലെ BLU മെറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടി കൊച്ചിയിലെ കോസ്റ്റൽ ഷിപ്പിംഗ് ഏജൻസി വഴിയാണ് കരിങ്കല്ല് കൊണ്ടുപോകുന്നത്. നിയമപരമായ റോയൽറ്റി അടയ്ക്കാതെ മാലിദ്വീപിലേക്ക് ബേപ്പൂർ തുറമുഖം വഴി കരിങ്കല്ല് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടർ തിങ്കളാഴ്ച സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം അഡീഷണൽ ഡയറക്ടർ CK ബൈജു നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിക്കുന്നത്. ഇതിന്മേൽ തീരുമാനമാകുന്ന മുറയ്ക്കാകും ഇനി ബാർജിന്റെ യാത്ര.
റോയൽറ്റി അടയ്ക്കാത്തത് ചൂണ്ടിക്കാട്ടി മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ബാർജിൽ രേഖകളുണ്ടെങ്കിൽ ഉടൻ ഹാജരാക്കാൻ ഷിപ്പിംഗ് കമ്പനി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 8-ന് ചരക്ക് നിറച്ച ബാർജ് 9-ന് രാവിലെ തുറമുഖം വിടാൻ ഒരുങ്ങവെയാണ് നിയമക്കുരുക്കിൽ അകപ്പെട്ടത്. ചിറകൊടിയുന്ന കരിപ്പൂർ വിമാനത്താവളത്തിനായി കോഴിക്കോട്ട് പൊങ്കാലയിട്ട് സമരം. മാനാഞ്ചിറയിൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ പന്തലിലാണ് ഞായറാഴ്ച സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ വനിതകൾ പങ്കെടുത്ത പൊങ്കാല സമരം അരങ്ങേറിയത്. മഹിളാ അസോസിയേഷൻ പ്രതിനിധി ജാനമ്മ കുഞ്ഞുണ്ണി, വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ പി കുൽസു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ, മഹിളാ ജനതാദളിലെ വി ബി ബൽക്കീസ്, മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ വിഭാഗം പ്രസിഡന്റ് പ്രൊഫസർ ഒ ജെ ചിന്നമ്മ, MSS ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഖദീജ ടീച്ചർ, വനിതാ ലീഗ് പ്രസിഡന്റ് ഫാത്തിമ ജസീറ, എഴുത്തുകാരി സുമ പള്ളിപ്പുറം, റഹിബി സുനിൽ ദത്ത്, നസ്രുദ് ജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പൊങ്കാല സമർപ്പണം നടത്തിയത്. MA ഷാനവാസ് MP സമരം ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് PV ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. മുൻ മന്ത്രി P ശങ്കരൻ, DCC പ്രസിഡന്റ് KC അബു, PT റഹീം MLA, ഡോക്ടർ K മൊയ്തു, M മുസമ്മിൽ, അബ്ദുള്ള മാളിയേക്കൽ, സമരസമിതി കൺവീനർ അബ്ദുറഹ്മാൻ ഇടക്കുനി, കാലിക്കറ്റ് ചേംബർ ജോയിന്റ് സെക്രട്ടറി മുനീർ കുറുമ്പടി എന്നിവർ സംബന്ധിച്ചു. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും മജീദിയ വേജ് ബോർഡ് ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KUWJ സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. മജീദിയ വേജ് ബോർഡ് നടപ്പിലാക്കാത്ത മാധ്യമ സ്ഥാപനങ്ങൾ എത്രയും വേഗം വേജ് ബോർഡ് ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷം വഹിച്ചു. KUWJ സംസ്ഥാന പ്രസിഡന്റ് K പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് PA അബ്ദുൽ ഗഫൂർ, സംസ്ഥാന സെക്രട്ടറി C വിനോദ് ചന്ദ്രൻ എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സെക്രട്ടറി TK ബാലനാരായണൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ J ഷനിൽ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. അടുത്ത 2 വർഷത്തെ ഭാരവാഹികളായി കമാൽ വരദൂർ പ്രസിഡന്റ്, N രാജേഷ് സെക്രട്ടറി, EP മുഹമ്മദ്, റഫീഖ് റമദാൻ വൈസ് പ്രസിഡന്റുമാർ, KC റിയാസ്, സോഫിയ ബിന്ദ് ജോയിന്റ് സെക്രട്ടറിമാർ, വിപുൽനാഥ് ട്രഷറർ എന്നിവർ ചുമതലയേറ്റു. K രമേശ്, അഭിലാഷ് മോഹൻദാസ്, ജയേഷ് കുമാർ, അനിൽകുമാർ, സന്തോഷ് കുമാർ, പൂജ നായർ എന്നിവരാണ് പ്രവർത്തക സമിതി അംഗങ്ങൾ. PP അബൂബക്കർ, K ബാബുരാജ്, TR മധുകുമാർ, AV ഫർദീസ്, C വിനോദ് ചന്ദ്രൻ, MP രാമചന്ദ്രൻ, TKC മുഹമ്മദ്, M ഫിറോസ്, TH വത്സരാജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മൺസൂണിനോടനുബന്ധിച്ച് ഉരുക്കൾക്ക് ഏർപ്പെടുത്തിയ കടൽ യാത്രാ നിയന്ത്രണം ചൊവ്വാഴ്ച അവസാനിക്കും. ലക്ഷദ്വീപിലേക്ക് ചരക്ക് നീക്കം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി പഴയ വാർഫ് നവീകരണ പ്രവൃത്തിയും 5ാം നമ്പർ സ്റ്റാൻഡിംഗ് ക്രെയിൻ സ്ഥാപിക്കലും പുരോഗമിക്കുകയാണ്. കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയും ഇന്റർലോക്ക് കട്ടകൾ വിരിച്ചുമാണ് പഴയ വാർഫ് നവീകരിക്കുന്നത്. 135 മീറ്റർ നീളമുള്ള വാർഫിലെ ടാറിംഗ് ഉപരിതലം പൊളിച്ചു നീക്കിയുള്ള കോൺക്രീറ്റിംഗ് പൂർത്തിയായി. വാർഫ് ബേസിനോട് ചേർന്ന് 10 മീറ്റർ വീതിയിലാണ് കോൺക്രീറ്റ് ചെയ്തത്. ശേഷിക്കുന്ന 25 മീറ്റർ ഭാഗം ഇന്റർലോക്ക് കട്ടകൾ വിരിക്കാനാണ് ഇനിയുള്ളത്. ഏറെക്കാലം കേടായി കിടന്ന 5ാം നമ്പർ ക്രെയിൻ അറ്റകുറ്റപ്പണി നടത്തി പുതിയ പ്ലാറ്റ്ഫോം പണിതാണ് സ്ഥാപിക്കുന്നത്. ഇതിനായി ക്രെയിൻ പ്ലാറ്റ്ഫോമിന് സമീപം എത്തിച്ചിട്ടുണ്ട്. ചില്ലറ പണികൾ കൂടി പൂർത്തിയാക്കിയാൽ ക്രെയിൻ സ്റ്റാൻഡിലേക്ക് ഘടിപ്പിക്കും. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 15 മുതൽ തുറമുഖം വീണ്ടും സജീവമാകുന്നതോടനുബന്ധിച്ചുള്ള സൗകര്യങ്ങൾ വിപുലപ്പെടുത്താനാണ് തുറമുഖ അധികൃതരുടെ ശ്രമം. കൊച്ചി തുറമുഖം കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന തുറമുഖമാണ് ബേപ്പൂർ. കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിയിൽ ഇവിടേക്ക് കൂടുതൽ കപ്പലുകൾ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ സജീവമാണ്. ഇതിന്റെ ഭാഗമായി തുറമുഖം കപ്പൽച്ചാൽ മണ്ണെടുത്ത് ആഴം കൂട്ടിയിട്ടുണ്ട്. അടുത്ത മാസം ബേപ്പൂരിലേക്ക് കണ്ടെയ്നർ കപ്പൽ എത്തിക്കാനുള്ള തുറമുഖ വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഗോവയിലെ ഷിപ്പിംഗ് കമ്പനിയുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അറ്റകുറ്റപ്പണിയും പെയിന്റിംഗും മറ്റുമായി 4 മാസത്തെ വിശ്രമത്തിന് ശേഷം ബേപ്പൂരിലുള്ള ഉരുക്കൾ നാളെയും മറ്റന്നാളുമായി തുറമുഖ വാർഫിൽ സ്ഥാനം പിടിക്കും. ഉരുക്കളിലെ അന്യദേശ തൊഴിലാളികൾ ഇതിനകം തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. ചരക്ക് കയറ്റുമതി തുടങ്ങിയാൽ ഈ ആഴ്ച അവസാനത്തോടെ സീസണിൽ ദ്വീപിലേക്കുള്ള ഉരുക്കൾ യാത്ര തുടങ്ങും.
ആൾതാമസമുള്ള 12 ചെറുദ്വീപുകളടങ്ങിയ ലക്ഷദ്വീപിലേക്ക് ബേപ്പൂരിൽ നിന്ന് ഉരുക്കൾ മുഖേനയാണ് ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം, പാചകവാതകം എന്നിവയെല്ലാം കൊണ്ടുപോകുന്നത്. ഇതിനു പുറമെ സിമന്റ്, ജല്ലി, കമ്പി തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളും കയറ്റി അയക്കുന്നുണ്ട്. മംഗലാപുരം തുറമുഖത്തു നിന്നും ദ്വീപിലേക്ക് വലിയ തോതിൽ ചരക്ക് നീക്കമുണ്ട്. എന്നാൽ മൺസൂണിൽ മംഗലാപുരം തുറമുഖവും പൂർണ്ണമായും അടച്ചിടും. സ്ത്രീ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ, വിലക്കയറ്റം തടയുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രചരണ ജാഥ നടത്തി. ബേപ്പൂർ അരക്കിണറിൽ മേഖലാ പ്രചരണ ജാഥ ബേപ്പൂർ ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ചു. ജനഹൃദയങ്ങളിൽ വർഗീയതയുടെ വിത്ത് വിതച്ച് വർഗീയ സംഘർഷാശോന്മുഖമാക്കുന്ന RSS വർഗീയതയെ വളർത്തുന്ന മോഡി ഭരണത്തിന്റെ കിരാത നയങ്ങൾക്കെതിരെ ഹിന്ദു വർഗീയവാദികളും മുസ്ലിം തീവ്രവാദ സംഘടനകളും ഇന്ത്യ രാജ്യത്തെ മതവിദ്വേഷത്തിന്റെ വേദിയാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്ന ഭരണകൂട നയങ്ങൾക്കെതിരെ സ്വകാര്യവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും കെടുതിയിൽ ഹരേ റാം ക്രിയേഷൻസിന്റെയും ഹാസ്യവേദിയുടെയും ആഭിമുഖ്യത്തിൽ സഞ്ജയനെ അനുസ്മരിച്ചു. KP കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടി നടൻ എല്ലിക്കെട്ട് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സിനി ആർട്ടിസ്റ്റ് സുരഭി വിദൂഷകൻ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. സഞ്ജയൻ അനുസ്മരണവും സഞ്ജയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച വിദൂഷകൻ സിനിമയുടെ ട്രെയിലർ റിലീസിംഗും KP കേശവമേനോൻ ഹാളിൽ നടന്നു. നടൻ എല്ലിക്കെട്ട് നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ PR നാഥൻ അധ്യക്ഷനായിരുന്നു. പദ്യം മാത്രം സാഹിത്യമായി കണ്ടിരുന്ന 40കളിൽ ഹാസ്യത്തെ അംഗീകരിക്കാതിരുന്ന കാലഘട്ടത്തിൽ ഹാസ്യ സാഹിത്യം എഴുതി ചിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരനായിരുന്നു സഞ്ജയൻ എന്ന് PR നാഥൻ അനുസ്മരിച്ചു. ഹരേ റാം ക്രിയേഷൻസ് ആണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ നടി സുരഭി സ്വിച്ച് ഓൺ ചെയ്തു. അവർ രക്തത്തിലുള്ളത് പുറത്തേക്ക് കാട്ടി, പഠിച്ചത് പാടി. മുഗൾവരികയിടും കോഴിക്കോട്ടെ മാനാഞ്ചിറയിലെ ജലവും വിറ്റു, മാന്യന്മാർ ചിലർ നിന്നു ഞെളിഞ്ഞു, മാനക്കേടു വരുത്തി നാട്ടിൽ. പരസ്യങ്ങളെല്ലാം വ്യാജല്ലേ, പിന്നെന്തിനാ വ്യാജ പരസ്യം എന്ന് പറയുന്നത്? കണ്ടില്ലേ വേഷം, സർവജന വഞ്ചകൻ. ശ്രീപതി ഗണപതി ഗജപതി മുഖനദി മോദദായി, സുര സാമ്പതി ധനപതി ജിതപതി ഗിരിസുതനയൻ ദേവൻ. TK സന്തോഷ് സംവിധാനം ചെയ്ത സിനിമ ഒക്ടോബർ 16 തിയേറ്ററുകളിലെത്തും. CK ഹരീന്ദ്രൻ, കേരള വിഷൻ MD വിജയകൃഷ്ണൻ, CN അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. CK ദിനേശൻ സ്വാഗതവും TK സന്തോഷ് നന്ദിയും പറഞ്ഞു. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ ഇനി സാമൂഹിക നീതി വകുപ്പിന് കീഴിലെ സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയിൽ പ്രാവർത്തികമാകും. ORC ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ദുഷ്പ്രവണതകൾക്ക് പരിഹാരം തേടുന്നതിനായി അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിക്ക് പുതുജീവൻ. ഭാവി തലമുറയുടെ ദിശാബോധമില്ലായ്മയും മൂല്യച്യുതിയും തിരിച്ചറിഞ്ഞ് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്ക് അത് നൽകാനുമുള്ള പദ്ധതി ഇനി മുതൽ സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ കീഴിലാണ് നടപ്പിലാക്കുക. കോഴിക്കോട് പോലീസ് കമ്മീഷണറായിരിക്കെ P വിജയന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതി പിന്നീട് പ്രവർത്തനം മങ്ങുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സാമൂഹിക നീതി വകുപ്പ് ഏറ്റെടുത്ത് സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ കീഴിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 10 സ്കൂളുകളിലാണ് പദ്ധതി വീണ്ടും തുടങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതുക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. ഇന്നത്തെ കുട്ടികൾ പ്രതിഭാസമ്പന്നരും സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിൽ മിടുക്കരുമാണ്. അവർക്കായി ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിക്കണം. ജുവനൈൽ ഹോമിലെ കുട്ടികളെ കൊണ്ട് തന്നെ കഥാപാട്ട് എന്നിവ തയ്യാറാക്കി അവരെ തന്നെ അഭിനേതാക്കളാക്കി ചിത്രമെടുത്ത് അവരുടെ കഴിവുകളെ നേരായ വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കണമെന്നും ഇതിന് സെലിബ്രിറ്റിമെന്റായ അഞ്ജലി മേനോന്റെ പിന്തുണ ആവശ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ ജീവിതത്തിൽ പുതുവെളിച്ചം നൽകാൻ ചടങ്ങിൽ ശതദീപം പ്രകാശിപ്പിച്ചു. ദീപപ്രകാശനം അഞ്ജലി മേനോൻ നിർവഹിച്ചു. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. സബ് ജഡ്ജി RL ബൈജു, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ഡോക്ടർ രാധാകൃഷ്ണൻ, കൌൺസിലർ K സത്യനാഥൻ, ORC സംസ്ഥാന അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സുരേഷ് കുമാർ, ORC മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ PI ജോൺ, ജില്ലാ കളക്ടർ N പ്രശാന്ത്, ഷീബ മുംതാസ് എന്നിവർ സംസാരിച്ചു. ബഹുജന റാലിയോടെയും റെഡ് വോളണ്ടിയർ മാർച്ചോടെയും 3 ദിവസമായി വടകരയിൽ നടന്നുവന്ന റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ജില്ലാ സമ്മേളനം സമാപിച്ചു. വടകര കോട്ടപ്പറമ്പിൽ നടന്ന പൊതുസമ്മേളനം ഇടതു ചിന്തകൻ KC ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 14 ഏരിയ കമ്മിറ്റികളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ബഹുജന റാലിയോടെ
RMPയുടെ ജില്ലാ സമ്മേളനത്തിന് വടകരയിൽ സമാപനം. വടകര അടക്കത്തെരുവിൽ നിന്ന് ചുവപ്പ് സേന പരേഡിന് പിന്നാലെ ആരംഭിച്ച റാലി 6:35ഓടെയാണ് സമ്മേളന നഗരിയായ കോട്ടപ്പറമ്പിൽ എത്തിയത്. അഡ്വക്കേറ്റ് പി കുമാരൻകുട്ടി, KS ഹരിഹരൻ, KK മാധവൻ, ശ്രീധരൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. വടകര കോട്ടപ്പറമ്പിൽ നടന്ന പൊതുസമ്മേളനം ഇടതുചിന്തകൻ KC ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ സമരങ്ങളും CPM ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഇവിടെയാണ് യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയെന്നും KC ഉമേഷ് ബാബു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ ഹിന്ദുത്വത്തെ ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയത്തിൽ വളർന്നു വരുന്ന ഒരു ഏർപ്പാട് ഇപ്പോൾ CPM ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, കണ്ണൂരാണ് ഇതിന്റെയൊക്കെ കേന്ദ്രമെന്നുള്ളത് വളരെ ലജ്ജാകരമാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഞാനൊരു കണ്ണൂരുകാരനാണ്. കാരണം കണ്ണൂരിന് ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യമല്ല ഉള്ളത്. ജില്ലാ ചെയർമാൻ KK കുഞ്ഞിക്കണാരൻ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി N വേണു, KS ഹരിഹരൻ, KK രമ, KP പ്രകാശ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ആദർശ രാഷ്ട്രീയത്തിന്റെ ഉറച്ച വ്യക്തിത്വമായിരുന്ന NP മൊയ്തീന്റെ നിര്യാണത്തിൽ ജില്ലയിലുടനീളം അനുശോചന യോഗങ്ങൾ ചേർന്നു. ബേപ്പൂരിൽ സർവകക്ഷി നേതൃത്വത്തിലായിരുന്നു അനുശോചന യോഗം ചേർന്നത്. കൌൺസിലർ T ഹസൻ അധ്യക്ഷം വഹിച്ചു. P മാധവദാസ്, രാജീവൻ, TK ഗഫൂർ, മുഹമ്മദ് കോയ, ഹുസൈൻ, തമ്പിരാജ്, ലത്തീഫ്, റാഫി മാസ്റ്റർ, OP രാജൻ, ഉണ്ണികൃഷ്ണൻ T, കുഞ്ഞിക്കോയ, AM അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 1977ലും 80കളിലും ബേപ്പൂർ നിയോജക മണ്ഡലം MLA ആയിരുന്നു അന്തരിച്ച NP മൊയ്തീൻ. പ്രവാസി ഫോറം കേരള സ്റ്റേറ്റ് ജനറൽ കൌൺസിൽ ശിക്ഷക് സദനിൽ നടന്നു. മുഖ്യരക്ഷാധികാരി യഹ്യ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് P അബ്ദുൾ ഷരീഫ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി അബ്ദുൾ സലാം പറക്കാട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. കരിപ്പൂർ വിമാനത്താവളത്തിനെ തകർക്കാനുള്ള ശ്രമത്തിൽ യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഹിന്ദി വാരാചരണത്തോടനുബന്ധിച്ച് ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ ഹിന്ദി അധ്യാപക മഞ്ചും സർവശിക്ഷ അഭിയാൻ BRC ബാലുശ്ശേരിയും സംയുക്തമായി നടത്തുന്ന ജില്ലാതല ഹിന്ദി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിക്കും. മുതിർന്ന ഹിന്ദി പ്രചാരകൻ P നാരായണൻ മാസ്റ്റർക്കുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരവും പ്രസ്തുത ചടങ്ങിൽ നൽകും. ഫാറൂഖ് കോളേജ് ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൾ ജബ്ബാർ ഹിന്ദി ഭാഷയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കും. കേരള കുംഭാര സമുദായ സഭയുടെ പ്രഥമ ജില്ലാ സമ്മേളനം കോഴിക്കോട്ട് വെച്ച് നടക്കും. 18-ാം തീയതി നളന്ദ ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനവും 19-ാം തീയതി ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനവും നടക്കും. സമുദായത്തിന്റെ സംസ്കാര വാദ്യോപകരണമായ 101 തുടിയോടുകൂടി പ്രകടനം മുതലക്കുളം മൈതാനിയിലെത്തും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് കല്ലായി പയ്യാനക്കൽ ഭാഗത്തെ CPM-ഉം RSS-ഉം ഒത്തുകളിച്ച് തങ്ങളുടെ 6 സെന്റ് ഭൂമിയുടെ രേഖകൾ കൈവശപ്പെടുത്തിയതായി കണ്ണൂർ മേലേച്ചൊവ്വയിലെ സുപ്രഭ K നായർ പരാതിപ്പെട്ടു. കഴിഞ്ഞ 6 വർഷമായി ഈ ഭൂമി വിൽപ്പന നടത്താൻ കഴിയുന്നില്ല. ഈ ഭൂമി വിൽപ്പന നടത്തിയാലേ രോഗിയായ തനിക്ക് തുടർ ചികിത്സ ലഭ്യമാകൂ എന്നും സുപ്രഭ K നായർ കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുദേവനെയും ഗുരുദേവ ദർശനങ്ങളെയും അപമാനിക്കുന്ന CPM നടപടി അപലപനീയമാണെന്ന് RSS കേരള പ്രാന്ത കാര്യവാഹ് P ഗോപാലൻകുട്ടി മാസ്റ്റർ. കോർപ്പറേഷൻ മുൻകൈയെടുത്ത് നടത്തേണ്ട പല പദ്ധതികളും നടക്കാത്തതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മണിയർ. മലപ്പുറം വട്ടപ്പാറ വളവിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.